യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ 6 പള്ളികളിലും തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി. മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശം. എത്ര പള്ളികളുടെ അധികാരം ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ കൈവശമുണ്ടെന്ന് അറിയിക്കണമെന്നും സുപ്രീം കോടതി. കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയ ചേരുകയാണ്. ഷബ്ന, താൽക്കാലികമായെങ്കിലും പള്ളികളിലുള്ള ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു ഉത്തരവെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. റുജീഷ്, തീർച്ചയായും ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിലെ അപ്പീലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. 6 പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ യാക്കോബായ സഭയും സംസ്ഥാന സർക്കാരുമായിരുന്നു അപ്പീൽ സമർപ്പിച്ചത്. ഈ ഹർജികൾ പരിഗണിച്ചാണ് ഇപ്പോൾ തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കണം, അത്തരത്തിലുള്ള മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത്. ജനുവരി മാസത്തിൽ ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെ തൽസ്ഥിതി തുടരാനാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കയ്യിലുള്ള പള്ളികളുടെ കണക്കുകൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പള്ളിയുടെ ഭാഗമായി സെമിത്തേരി ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങൾ യാക്കോബായ സഭയ്ക്ക് വേണ്ടി കൂടി തുറന്നു നൽകണം എന്നായിരുന്നു സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. ഇക്കാര്യം നടപ്പാക്കി ഓർത്തഡോക്സ് സഭ അറിയിക്കണമെന്നും സുപ്രീം കോടതി ഡിസംബർ 3 ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയും അതനുസരിച്ച് സഭ ഇതിൽ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. എറണാകുളം, പാലക്കാട് ജില്ലകളിലുള്ള 6 പള്ളികൾ സംബന്ധിച്ചുള്ള തർക്കമാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുകയും ഹൈക്കോടതി ഇതിൽ ഈ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. ഇതിനെതിരെയാണ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്.